പിന്നെ ഈ ചർച്ചയിൽ ഇപ്പോഴും 2025 എല്ലാ പ്രൊസീജറും പാലിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് കൗതുകത്തിന് ഓർമ്മ വരുന്നത് ഈ ദൃശ്യം സിനിമയിലുണ്ടല്ലോ ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു പറഞ്ഞത്. ഓഗസ്റ്റ് 2-ാം തീയതി അല്ല ധ്യാനത്തിന് പോയത്, 3-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-നെ പുനർനിർമ്മിക്കുകയാണ് ചെയ്തതെന്ന പോലെ ഈ 2019 ചെയ്യേണ്ട എല്ലാ പ്രൊസീജറുകളും 2019 കള്ളം പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി 2025 റീക്രിയേറ്റ് ചെയ്തിട്ട് വളരെ ഫൗൾ പ്രൂഫായിട്ട് രേഖാമൂലമുള്ള കൃത്യമായിട്ടുള്ള സംവിധാനം ആവർത്തിക്കുകയും ചെയ്ത് 2019 കള്ളത്തിന് പിടിച്ചെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോഴും ഒരു കള്ളത്തിന് പുറത്തു വന്നു. എന്താ 2025 ഓഗസ്റ്റിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇവർ അയച്ചിട്ടുള്ള മെയില് ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഒന്നും കൂടി ഒന്ന് നന്നാക്കി തരാമോ, നിങ്ങളുടെ ചെലവിൽ 10 ഗ്രാം സ്വർണ്ണം അതിനു വേണ്ടി സമാഹരിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് അയച്ചുള്ള ഒരു കത്ത് പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ സംഭവം ഒന്നും ഉണ്ടാവുമായിരുന്നില്ല. ഈ പറയുന്നത് പോലെ 2025 എല്ലാം തെളിവ് തൂത്ത് തുടച്ചു കളഞ്ഞ് ഇവർ രക്ഷപ്പെടുമായിരുന്നു. സർക്കാരിനെതിരെ ആരോപണം വന്ന സമയത്ത് സർക്കാരിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഒരാളായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്. അയാളുടെ വാദം ഈ സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല, അത് പീഠങ്ങൾ തൂക്കാത്തത് കൊണ്ടാണ്, പീഠം കിട്ടിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം കഴിഞ്ഞു എന്നുള്ളതാണ്, പീഠം സ്ട്രോങ് റൂമിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു അയാളുടെ വാദം. സ്ട്രോങ് റൂമിൽ പീഠം കിട്ടാതെ വന്നതോട് കൂടിയിട്ടാണ് ഇത് എവിടെന്നെങ്കിലും ഒരു പീഠം കൊണ്ടുവച്ചിട്ട് ഈ പ്രശ്നം തീർക്കേണ്ടത് ഇയാളുടെ ആവശ്യമായതും ഇയാളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടതും അത് കണ്ടെടുത്തതാണോ വിളിച്ചു പറിച്ചിട്ട് എടുത്തു കൊണ്ടുപോയിച്ചതാണോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിൽ തെളിയപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നേതൃതലത്തിൽ തന്നെ ഇതിൽ പങ്കാളിത്തം ഉണ്ടെന്നും ഏറ്റവും താഴെക്കടയിലുള്ള ഉദ്യോഗസ്ഥന്മാർ മുതൽ ഏറ്റവും മേലക്കടയിലുള്ളവർ വരെ സംയുക്തമായി ഗൂഢാലോചന നടത്തിയിട്ടാണ് സ്വർണ്ണം മോഷ്ടിച്ചതെന്നും സംശയത്തിനതീതമായി കോടതി നിരീക്ഷിച്ച സാഹചര്യത്തിൽ രാജിയല്ലാതെ മറ്റൊരു നിവർത്തി ഇവർക്ക് മുമ്പിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ.